കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കണം? പല നിലയിലുള്ള പ്രാർത്ഥന വേദപുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന ഏത് വിധമാകണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ, അങ്ങനെ ഒരു നിയമം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ചില സഭകൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ, പ്രാർത്ഥന രീതികൾ, അത് ചൊല്ലേണ്ട വാക്കുകൾ എഴുതി പ്രിന്റ് ചെയ്ത് വിശ്വാസികൾക്ക് കൊടുത്ത് അത് നോക്കി വായിക്കുന്ന സഭകളുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. എന്നാൽ പല നിലയിലുള്ള പ്രാർത്ഥനകളുണ്ട്, പല രീതിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ രീതികളുണ്ട്. ഇങ്ങനെ ആകാവൂ എന്നില്ല. നമുക്ക് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും ഉചിതമായ നിലയിൽ എങ്ങനെയും നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിൽ കവണ് വീണ് പ്രാർത്ഥിച്ചവരെ നമുക്കറിയാം. അബ്രഹാം ഉൾപ്പെടെ ദൈവദൂതന്മാരെ കണ്ടപ്പോൾ കവണ് വീണ് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചവരെ നമുക്കറിയാം. ഏലിയാവ് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, നമുക്കറിയാം. യാഗപീഠം പണിത് പ്രാർത്ഥിച്ചവരെ നമുക്കറിയാം. അപ്പോൾ തന്നെ യാഗം കഴിച്ചു നിയമം ചെയ്ത വിശുദ്ധന്മാരെന്നുണ്ട്. യാഗം കഴിച്ചു പ്രാർത്ഥിച്ചവരെ നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, മലന്ന് കിടന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, നടന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. സ്തോത്രം. അതിനെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിവുകളുമുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്ന നിലവാരം എങ്ങനെയുമാകാം. ഇത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക, വിഷയങ്ങളെ മുറുകെ പിടിച്ച് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഞാൻ അതിന് തലക്കെട്ട് ഇങ്ങനെ ഇടുകയാണ്: നിങ്ങളുടെ വിഷയങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ആ പേപ്പർ ചുരുട്ടി പിടിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഞെരുക്കങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ഞാനത് ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ 1, 2, 3 എന്നും പറഞ്ഞ് എഴുതിയിട്ട് അത് ഞാൻ എൻ്റെ ബൈബിളിലോ എൻ്റെ ബാഗിലോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന സമയം ഈ പേപ്പർ ഞാൻ എടുത്ത് കയ്യിൽ ചുരുട്ടി പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും എനിക്ക് തോന്നുന്നു 1, 2 വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. അത് ദൈവത്തിന്റെ പക്കം ഞാൻ വിട്ടുകൊടുത്തിരിക്കുക. ദൈവത്തിന്റെ സമയത്ത് നടക്കട്ടെ. പക്ഷേ ഒരു 90% പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഞാൻ അങ്ങനെ വിശ്വാസത്തോടെ പേപ്പറിൽ എഴുതി ചുരുട്ടി വെച്ച് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച, കർത്താവിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്ത വിഷയങ്ങൾക്ക് മറുപടികൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വാഹനം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾ, അങ്ങനെ ഒരു വണ്ടി എനിക്ക് വേണമെന്ന്. പക്ഷേ അത് വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിലില്ല, അതിൻ്റെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം മാറേണ്ട സമയമായപ്പോൾ, അതിന് കാലപഴക്കം സംഭവിച്ചപ്പോൾ, ഈ പുതിയ വാഹനം വാങ്ങാൻ വേണ്ടി, ഇപ്പോഴല്ല 2 വർഷം മുമ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 വർഷം അടുക്ക ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ വണ്ടി വേണം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ദൂര സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കംഫർട്ടബിളായി യാത്ര ചെയ്യാനായി ഈ വാഹനമെങ്കിലും, ഇതിനേക്കാൾ വലിയ വാഹനങ്ങൾ വേറെ ഉണ്ട്, ഈ മാരുതിയുടെ ഈ വാഹനം എനിക്ക് വേണമെന്ന് ഞാൻ പേപ്പറിനകത്ത് എഴുതി, കമ്പനിയും മാരുതിയുടെ വണ്ടി, ഇന്ന വണ്ടി വേണമെന്ന് എഴുതി ഞാൻ കൈവച്ച് ദിവസങ്ങൾ, മാസങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ സമയം ആയപ്പോൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിന്റെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാനുള്ള വഴി ദൈവം എനിക്ക് തുറന്നു. ഞാൻ കൊണ്ടടച്ച് ഈ വണ്ടി എനിക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇത് ഒരു ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പല വിഷയങ്ങൾ,
ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ചില വിഷയങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നത് ഞങ്ങൾക്കറിയാം. ഈ വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് എബ്രായ ലേഖനത്തിലാണ്. അതിന്റെ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നീ പ്രത്യാശിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ ആഗ്രഹിക്കുന്ന ആ കാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുക, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നോക്കുക, മനുഷ്യന്റെ വാക്ക് നീ കേൾക്കരുത്. മനുഷ്യൻ പറയും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല. മനുഷ്യൻ പറയും നിനക്കത് സാധിക്കത്തില്ല, നിനക്ക് ജോലിയില്ല, നല്ല ശമ്പളമില്ല, അതുകൊണ്ട് നിനക്കത് നടക്കില്ല. മനുഷ്യൻ പറയും. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, നീ പ്രത്യാശിക്കുന്ന കാര്യം നീ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കൂ, അതിനകത്ത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എഴുതൂ. 1 വിഷയമാകാം, 5 വിഷയമാകാം, 10 വിഷയമാകട്ടെ, അത് എഴുതി വെക്കൂ. എഴുതി വെച്ചിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ അതിനെ മുറുകെ പിടിക്കൂ. ആ പേപ്പർ ചുറ്റി കൈ പിടിക്കൂ. എന്നിട്ട് ഓരോ ദിവസവും രാവിലെ കുറഞ്ഞതൊരു 10-20 മിനിറ്റെങ്കിലും ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കൂ. ദിവസങ്ങൾ മാസങ്ങൾ തീരുന്നതിന് മുമ്പ് അതിനകത്ത് എഴുതിയ വിഷയത്തിന് മറുപടി തരും. കാരണം ഇവിടെ ലേഖനകർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ആപ്തവാക്യം എന്താണ്? വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നിന്നോട് ദൈവം അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കടം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ജീവിതത്തിലെ ആ വിടുതൽ നിനക്കുണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാവിലെ ഒട്ടും സംശയിക്കേണ്ട, എഴുതി വെക്കൂ, മുറുകെ പിടിക്കൂ, പ്രത്യാശയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കൂ. ആവർത്തിച്ചു പ്രാർത്ഥിച്ചു ദൈവസന്നിധി മുമ്പോട്ട് പോകുക. ദൈവം വിശ്വസ്തന. എനിക്ക് ഒറ്റ പദമേ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ. മറ്റൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്ക് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, എൻ്റെ ദൈവം വിശ്വസ്തന. അതെ, വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല എൻ്റെ യേശു. അവൻ വിളിച്ചിറക്കിയെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ഇസ്രായേൽ മക്കളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിച്ച ദൈവം യേശുവിന്റെ ശിഷ്യന്മാരെ അക്കരെ പോകണമെന്ന് പറഞ്ഞെങ്കിൽ കാറ്റും തിരമാലയും പ്രശ്നങ്ങളും ഓളങ്ങളും ഒക്കെ വന്നിട്ടും അതിനെ ശാന്തമാക്കി അക്കരെ കൊണ്ടെത്തിച്ച എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്നലെ വരെ നടത്തിയില്ലേ? ആഹാരം തന്ന, വസ്ത്രം തന്ന, ആരോഗ്യം തന്ന, ജോലി തന്ന, പണം തന്ന, ബുദ്ധിമുട്ട് നീക്കിയ, കഷ്ടം മാറ്റിയ ഒരു വിശ്വസ്തനായ ദൈവം. ആ ദൈവം വിശ്വസ്തന. അങ്ങനെയാണെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ എൻ്റെ ദൈവം ആരാകുന്നു എന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാ, സംഖ്യ 23-ന്റെ 19-ാമത്തെ വാക്യമാ. ഒന്ന് നോക്കാം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതെ ഇരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതെ ഇരിക്കുമോ? എബ്രായ ലേഖനത്തില് അവൻ ഇവിടെ വായിക്കുകയാണ് 10-23 ദൈവം വിശ്വസ്തനാണെന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ പറയുകയാണ്, വ്യാജൻ പറവാൻ ദൈവം മനുഷ്യനല്ല. ആരാ വ്യാജം പറയുന്നത്? അനുഗ്രഹിക്കാമെന്നും സഹായിക്കാമെന്നും പണം തരാമെന്നും വീട് വെച്ച് തരാമെന്നും കൊച്ചിന്റെ കല്യാണത്തിന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞത് ആരാ? മനുഷ്യനാ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് വ്യാജമായിരുന്നു, അവരത് ചെയ്ത് തന്നില്ല. പക്ഷെ ഇവിടെ വചനം വായിക്കുക, എൻ്റെ ദൈവം വ്യാജം പറയുന്നവനല്ല. തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. വീട് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. 2026 തികയുന്നതിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ചിരിക്കും. എൻ്റെ ദൈവം വ്യാജനല്ല, എൻ്റെ ദൈവം മനുഷ്യനല്ല. എൻ്റെ ദൈവം ദൈവമാണ്, അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവനാണ്. അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല എന്ന് പറഞ്ഞാൽ അയ്യോ സാധിച്ചില്ലല്ലോ, പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ഒരാളല്ല എൻ്റെ ദൈവം. കാരണം താൻ കൽപ്പിച്ചത് ചെയ്യുന്നവനാണ്, ആ അരുളി ചെയ്തത് നിവർത്തിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടപ്പുറപ്പേ, ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ വിശ്വാസത്തോടെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ്, മാസങ്ങൾ തികയുന്നതിന് മുമ്പ് നിങ്ങളുടെ വിഷയം, നിങ്ങൾ എഴുതി വെച്ച വിഷയം മറുപടിയുണ്ട്. നിങ്ങളത് കണ്ടിരിക്കും. മറുപടി കാണുമ്പോഴേ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഈ വചനം എത്ര പേരുടെ കുടുംബത്തിൽ, എത്ര പേരുടെ വീട്ടിൽ, എത്ര പേരുടെ ജീവിതത്തിൽ ചലിച്ചു എന്നറിയാനാ ഞങ്ങളെ അറിയിക്കാൻ പറഞ്ഞത്. കാരണം ഇതൊരു പ്രവചന ദൂതാണ്, ഇതൊരു പ്രവചനമാണ്. തീർച്ചയായും ദൈവം
നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരും. എൻ്റെ ദൈവം അനുതപിക്കാൻ മനുഷ്യപുത്രനല്ല, പറഞ്ഞെങ്കിൽ ചെയ്തിരിക്കും, അരുളി ചെയ്തെങ്കിൽ നിവർത്തിച്ചിരിക്കും. എൻ്റെ ദൈവം മനുഷ്യനല്ല, വ്യാജം പറവാൻ. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് നോക്ക്, കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ദൂതിനായി സ്തോത്രം, ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം, നിർദ്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവം മനുഷ്യനല്ല, വ്യാജം പറവാൻ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് വിശ്വസ്തന. കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് തരണം, കൃപയാൽ ഞങ്ങൾ നിർത്തണം, ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.